2022 ആഗസ്റ്റ് 12 തിയേറ്ററിൽ വാ പൊളിച്ചിരുന്നൊരു സിനിമ കണ്ട ദിവസമാണത്. സിനിമയുടെ പേര് തല്ലുമാല. മലയാള സിനിമാ ചരിത്രത്തിൽ മൈൽ സ്റ്റോണായി മാറിയ കൾട്ട് സിനിമയാണ് തല്ലുമാല. എന്നാലും ആ തരത്തിലുള്ള ഒരു സ്ഥാനം തല്ലുമാലക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. തീർച്ചയായും സാമ്പത്തിക വിജയം നേടിയ സിനിമ തന്നെയാണ് തല്ലുമാല. പക്ഷേ വെറും ഒരു മാസ് എൻ്റർടൈനർ എന്നതിലുപരി ഈ സിനിമ മലയാള സിനിമയെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് തല്ലുമാല മലയാള സിനിമാ ചരിത്രത്തിൽ മൈൽ സ്റ്റോൺ ആകുന്നു എന്നതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിനിമയുടെ പേരിൽ നിന്ന് തുടങ്ങാം. തല്ലുമാല എന്നത് ഭൂരിപക്ഷം പ്രേക്ഷകരും മനസ്സിലാക്കിയിരിക്കുന്നത് തല്ലിൻ്റെ മാല അഥവാ ചെയിൻ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ അവിടെയാണ് മുഹ്സിൻ പരാരി എന്ന എഴുത്തുകാരൻ്റെ മികവ്. പരാരി ലിറിക്സിൽ ഉപയോഗിക്കുന്ന വേർഡ് പ്ലേ ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. തല്ലുമാലയിലെ മാല മാലപ്പാട്ടുകളിലെ മാലയാണ്. നഫീസത്തുമാല, മുഹീദ്ദീൻ മാല, റിഫായി മാല തുടങ്ങിയ പേരിൽ അറിയപ്പെടുന്ന നിരവധി മാല സാഹിത്യങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിലുണ്ട്. അതേ മാല തന്നെയാണ് തല്ലുമാലയിലെ മാലയും. എന്നാൽ നോൺ ലീനിയർ ആഖ്യാന ശൈലിയാണ് സിനിമയുടെ എഴുത്ത് എന്നുള്ളതുകൊണ്ടും ഓരോ ഫൈറ്റും മറ്റൊന്നിന് കാരണമാകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടും തല്ലുമാലയെ ചെയിൻ എന്നർത്ഥത്തിലും കാണാം. സിനിമയുടെ ടൈറ്റിൽ സോങ്ങായി വരുന്നതും ഇതേ മാലപ്പാട്ട് ശൈലിയിലുള്ള പാട്ടാണ്. മാലപ്പാട്ടുകൾ ഒരു സാഹിത്യ സൃഷ്ടി എന്നതിനപ്പുറം ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രതീകമായും പ്രവർത്തിക്കുന്നുണ്ട്. മലബാർ സമരത്തിൽ മാപ്പിള പോരാളികൾ മാലപ്പാട്ടുകളെ അവരുടെ മനോധൈര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. മാലപ്പാട്ടുകൾ തല്ലുമാലയോട് എത്രത്തോളം ചേർന്നിരിക്കുന്നുവെന്ന് ഈ സിനിമയുടെ രാഷ്ട്രീയം പറയുന്ന ഭാഗത്ത് വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് പേര് വിട്ട് സിനിമക്കകത്തേക്ക് വരാം. ഇത്രത്തോളം എൻഗേജിംഗ് ആയ എഴുത്തും എഡിറ്റിങ്ങും ഡയറക്ഷനുമുള്ളൊരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല എന്നത് ഉറപ്പാണ്. സിനിമയുടെ എഴുത്ത് നോൺ ലീനിയർ രീതിയിലുള്ളതാണ്. എന്നാൽ നമ്മൾ കണ്ട് ശീലിച്ചതിനപ്പുറമുള്ള എഴുത്തു പരീക്ഷണമാണ് തല്ലുമാലയിൽ ആവിഷ്കരിച്ചത്. തുടക്കം, മദ്യം, ഒടുക്കം ഈ 3 കാര്യങ്ങളും തല്ലുമാലയിൽ നമുക്ക് കാണാൻ കഴിയില്ല. സിനിമ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ആഖ്യാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു വൃത്താകൃതി അല്ലെങ്കിൽ ഒരു ലൂപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് ഒരു മാല. അതാണ് തല്ലുമാല. ഈ ആഖ്യാന ശൈലിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സോഷ്യൽ മീഡിയയുടെ, പ്രത്യേകിച്ച് റീലുകളുടെ ആഖ്യാന ശൈലി ഇങ്ങനെയാണ്. തുടക്കത്തിലെ ഹുക്ക് അവസാനവും കാണിച്ച് ലൂപ്പിലാക്കുന്ന റീലുകൾ നിരവധി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സിനിമ ആകെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയുടെ ശൈലി തന്നെയാണ് പിന്തുടരുന്നത്. റീലുകൾ സ്ക്രോൾ ചെയ്യുന്ന അതേ രീതിയിൽ കാണാവുന്ന സിനിമയാണ് തല്ലുമാല. കളർ ഗ്രേഡിംഗ്, എഡിറ്റിംഗ്, ക്യാമറ എന്നിവയെല്ലാം സോഷ്യൽ മീഡിയ ഫേസിനനുസരിച്ചാണ് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തല്ലുമാല പുതിയ തലമുറക്ക് അവരുടെ ഫേവറേറ്റ് ആകുന്നതും. ഇനി നമുക്ക് സിനിമയുടെ രാഷ്ട്രീയത്തിലേക്ക് വരാം. സിനിമയുടെ കോർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഫിലോസഫി ഒരു പാട്ടിൽ പരാരി എഴുതി വച്ചിട്ടുണ്ട്. അതാണ് സമഗമ സമഗരിമ, ഈക്വൽ പ്രൈഡ് ഈക്വൽ ഡിഗ്നിറ്റി. അതായത് തുല്യമായ അന്തസ്സും തുല്യമായ അഭിമാനവും. അതായത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ ചെറുതോ വലുതോ അല്ല എന്നുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റാണ് തല്ലുമാലയിലൂടെ പരാരി പറയുന്നത്. തല്ലുമാലയിലെ ഓരോ ഫൈറ്റും ഈ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്. വസീം പറയുന്നുണ്ട്, അടി 3 തരത്തിലാണ്. 1 ശരീരത്തിന് കൊള്ളുന്ന അടി, 2 ഈഗോക്ക് കൊള്ളുന്ന അടി, 3 മനസ്സിന് കൊള്ളുന്ന അടി. അതായത് ശരീരത്തിന് കൊള്ളുന്ന അടിയേക്കാൾ വേദന കൂടുതലാണ് ഈഗോക്കും മനസ്സിനും കൊള്ളുന്ന അടി. തല്ലുമാലയിലെ ഓരോ കഥാപാത്രങ്ങളും അവരുടെ ഡിഗ്നിറ്റി ഉയർത്തിപ്പിടിക്കുന്നവരാണ്. മറ്റു സിനിമകളിലെ നായകന്മാരുടെ കൂട്ടുകാരെ പോലെയല്ല തല്ലുമാലയിലെ ജംഷിയും വികാസുമൊന്നും. അവർക്ക് അവരുടേതായ ക്യാരക്ടറുണ്ട്. നായകനോളം അവർക്കും തലപ്പൊക്കമുണ്ട്. പല സിനിമകളിലും നായകന്മാർക്ക് കളിയാക്കാനും അതുവഴി കോമഡി ഉണ്ടാക്കാനുമാണ് കൂട്ടുകാർ. എന്നാൽ തല്ലുമാലയിലെ ഒരു സഹനടനും അങ്ങനെയുള്ളവരല്ല. റജിയുടെ ഗ്യാങ് നോക്കുകയാണെങ്കിൽ റജിയോളം തലപ്പൊക്കമുള്ളവനാണ് ഡേവിയും. സിനിമയുടെ തുടക്കത്തിൽ ഒരു സീനുണ്ട്. പള്ളിയിലിരിക്കുന്ന ഒരു കുട്ടിയുടെ തലയിൽ നിന്ന് മറ്റൊരു കുട്ടി തൊപ്പി വലിച്ചൂരും. തൊപ്പി തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ മുതിർന്ന ഒരാൾ കണ്ണുരുട്ടി കാണിക്കും.
എന്നാൽ വസീമും ജംഷിയും തമ്മിലുള്ള ഫൈറ്റിനു ശേഷം ഈ കുട്ടി തൊപ്പി വലിച്ചൂരിയവൻ്റെ തലക്കിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് സിനിമയുടെ കോർ. നമ്മുടെ ആത്മാഭിമാനവും അന്തസ്സും ഒരാളുടെ മുന്നിലും അടിയറവ് വെക്കേണ്ടതില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അടിച്ചു നിന്നിട്ടായാലും തലയുയർത്തി നിൽക്കണം. ഇനി സാമൂഹികപരമായി ഈ സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നോക്കാം. ഒരു കാലത്ത് തിരശ്ശീലയിൽ വളരെ മോശമായി ചിത്രീകരിക്കപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് മാപ്പിള കമ്മ്യൂണിറ്റി അഥവാ മലബാർ മുസ്ലിങ്ങൾ. 90കളിൽ ഇറങ്ങിയ പല സിനിമകളിലും ഒന്നെങ്കിൽ വില്ലനായോ അല്ലെങ്കിൽ കോമഡി പീസായോ മാത്രമേ മാപ്പിളമാരെ കാണിച്ചിരുന്നുള്ളൂ. ഇത്തരം സിനിമകൾക്കുള്ള മറുപടിയാണ് തല്ലുമാല. ഈ കോണ്ടസ്റ്റിലാണ് പരാരി പറഞ്ഞ ഈക്വൽ പ്രൈഡ് ഈക്വൽ ഡിഗ്നിറ്റി പൊളിറ്റിക്കലി വളരെയധികം സ്യൂട്ടാവുന്നത്. പൊതുബോധത്തിനനുസരിച്ചുള്ള മാപ്പിള കമ്മ്യൂണിറ്റിയെയാണ് 2000-2010 കാലഘട്ടത്തിൽ പോലും കാണിച്ചിരുന്നത്. ബോംബാണെങ്കിൽ മലപ്പുറത്ത് കിട്ടുമെന്ന് രഞ്ജിത്ത് ഒരു സിനിമയിൽ മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. മലപ്പുറത്ത് നടന്ന വർഗീയ കലാപത്തിലാണ് സത്യൻ അന്തിക്കാടിൻ്റെ ഒരു പോലീസ് കഥാപാത്രത്തിന് കാല് നഷ്ടമാകുന്നത്. ഇതൊന്നും യാഥാർത്ഥ്യത്തിൽ മലപ്പുറവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത സംഭവങ്ങളാണ്. പക്ഷേ ഒരു പഞ്ചിന് വേണ്ടി എഴുത്തുകാർ എഴുതി ചേർക്കുന്നുവെന്ന് മാത്രം. ആ പഞ്ചിനെയാണ് പൊതുബോധം എന്ന് പറയുന്നത്. എന്നാൽ ആ പൊതുബോധത്തിനുള്ള പഞ്ചാര പഞ്ചാണ് പരാരി തൻ്റെ ആദ്യ സിനിമയായ KL10 10ലൂടെ നൽകിയത്. മഴയുടെ പര്യായമാണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് സമഗമ സമഗരിമ. ഒരാളും മറ്റൊരാളേക്കാൾ താഴെയോ മുകളിലോ അല്ല, എല്ലാവരും തുല്യരാണ് എന്നതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും വിശാലാർത്ഥം. എന്താണ് മലപ്പുറമെന്നും അവിടുത്തെ ജീവിതങ്ങളെന്നും മലയാള പ്രേക്ഷകർ കണ്ടത് KL10 10, സുഡാനി ഫ്രം നൈജീരിയ, തല്ലുമാല തുടങ്ങിയ സിനിമകളിലൂടെയാണ്. ഈ സിനിമകളിലൊന്നും നാലുകെട്ടിയ ഹാജിമാരെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഈ സിനിമകളിൽ ഉള്ളതെല്ലാം യഥാർത്ഥ മലപ്പുറമാണ്, പൊതുബോധത്തിനനുസരിച്ചുള്ള മലപ്പുറമല്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സിനിമകൾ എല്ലാം തന്നെ കാണിച്ചിട്ടുള്ളത് മാപ്പിളമാരുടെ കൾച്ചറൽ സ്വത്വമാണ്. ആ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ ആഘോഷമാണ് തല്ലുമാല. അതിലെ പാട്ടുകൾ, ഭക്ഷണം, വിവാഹാഘോഷം തുടങ്ങിയവയെല്ലാം ഈ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ ആഘോഷമാണ്. പാട്ടിലെ വരികൾ പോലും അത്തരത്തിലുള്ള ആഘോഷമാണ്. തല്ലുമാലയിൽ ചക്കരച്ചുണ്ടിൽ എന്ന പാട്ട് ഉപയോഗിച്ചതിനെക്കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. ആ വീഡിയോയുടെ തുടർച്ച തന്നെയാണ് ഈ വീഡിയോയും. എന്താണ് തല്ലുമാലയെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത്രയും നേരം വീഡിയോ കണ്ടതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.